ജന്തർ മന്ദറിൽ നടന്ന ജെൻസികളുടെ സമരം ടി.ജി. മോഹൻദാസ് പറഞ്ഞ ഒരു വാക്യത്തെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ ഒഴിഞ്ഞു പോകാൻ അവരോട് ആവശ്യപ്പെടും, പിന്നെ വെടിവെച്ച് കൊല്ലും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇങ്ങനെ പറഞ്ഞതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ വലിയൊരു വിവാദ വിഷയം സൃഷ്ടിക്കുന്നു. എന്നിട്ട് പറയുന്നു ടി.ജി. മോഹൻദാസിനെതിരെ അടിയന്തര നടപടി എടുക്കണം, RSS ഉടൻ പ്രവർത്തിക്കണം, BJP ഉടൻ പ്രവർത്തിക്കണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ആക്ഷൻ എടുക്കണം. അഹമ്മദ് മാഷുണ്ട്, ടി.ജി. മോഹൻദാസ് സാറുണ്ട്. എങ്ങനെ കാണാം മാഷ ഇതിനെ? എനിക്ക് ടി.ജി. നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം ഹ്യൂമർ ആയതുകൊണ്ട് ഞാനിതിനെ വളരെ തമാശയായിട്ട് എടുത്തുള്ളൂ. ഞങ്ങളൊക്കെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് എലക്യൂഷനും അതുപോലെ ഈ പ്രബന്ധരചനക്കൊക്കെ വിഷയം കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഞാൻ പ്രധാനമന്ത്രിയായാൽ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ, അത്തരം വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു സമരം ഇവർ നയിച്ച CJPയുടെ സമരം വിജയിച്ച സന്ദർഭത്തിൽ ടി.ജി. ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു കോളമാണ്, പതിവ് കോളമാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അത്ര ലെങ്ത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ആ ചാനൽ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ടി.ജി. അന്ന് സംസാരിച്ച വിഷയം ധർമ്മേന്ദ്ര പ്രധാന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഈ സമരം നടക്കുന്ന കാലത്ത് ഞാനായിരുന്നെങ്കിൽ ആ സമരത്തെ എങ്ങനെ നേരിടുമായിരുന്നു, അല്ലെങ്കിൽ അമിത്ഷായുടെ സമയത്ത് ഐ വേർ ഇൻ പ്ലേസ് ഓഫ് അമിത്ഷാ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ഭാവനയിൽ പറഞ്ഞൊരു അഭിപ്രായമാണ്. പക്ഷെ ഇതിൽ പിന്നീട് കണ്ട അപകടങ്ങൾ പലതാണ്. ഇതിനെ പോസ്റ്ററാക്കി അവതരിപ്പിച്ചു മീഡിയ വൺ ഇപ്പോൾ സിനുജി വായിച്ചതും അതിനേക്കാൾ കൂടുതലുള്ള പോസ്റ്ററുകൾ മാരകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. കാർഡിറക്കി, വലിയ തോതിൽ കാർഡിറക്കി. ആ കാർഡിൽ പറയുന്ന ആദ്യത്തെ അപകടം എന്താണെന്ന് വെച്ചാൽ, പ്രമുഖ RSS നേതാവ് ടി.ജി. മോഹൻദാസ് എത്രയോ കാലമായിട്ട് ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. നമ്മളൊക്കെ നിരന്തരം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. നമ്മളോടുള്ള അഭിമുഖത്തിൽ തന്നെ പലപ്പോഴും RSSന്റെയും BJPയുടെയും ഒക്കെ പല പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ്, ആ സ്വാതന്ത്ര്യം അദ്ദേഹം എടുക്കുന്നത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ജെനുവിൻ ആയതുകൊണ്ടാണ് ജനം അത് ശ്രദ്ധിക്കുന്നത്, കാണുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഈ വീഡിയോ 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്ന് പറയുന്നത്, പത്രിക എന്ന് പറയുന്ന അപ്രധാനമായ ഒരു ചാനലിൽ വന്നതാണ്. എന്നിട്ടും 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ ജെനുവിൻ ആയതുകൊണ്ടാണ്. ഇതിൽ പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് BJPയുടെ ഏത് പദവിയാണ് ടി.ജി. വഹിക്കുന്നത്, RSSന്റെ ഏത് പദവിയാണ് വഹിക്കുന്നത് എന്നാണ് അദ്ദേഹം BJPയുടെയോ RSSന്റെയോ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മുൻ എന്നെങ്കിലും പറയണം, മുൻ RSS വക്താവ് എന്നോ RSSന്റെ ബൗദ്ധിക വിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന ആളെന്നോ പറയണം. അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലനിൽക്കുന്ന RSS, അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്ന RSSന്റെ പ്രമുഖ RSS നേതാവ് ടി.ജി. മോഹൻദാസ് പറയുന്നു എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ ഇവർ പിന്നെന്തിനാ അപലപിക്കുന്നത്? നിലവിലുള്ള RSSന്റെയും BJPയുടെയും നിലപാടിന് വിരുദ്ധമായിട്ടാണല്ലോ ടി.ജി. ഈ ടോക്കിൽ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആഘോഷിക്കല്ലേ വേണ്ടത്? ഇവരുടെയൊക്കെ മീഡിയ വണ്ണിന്റെയൊക്കെ നിലപാടനുസരിച്ച് ഇതാ മോദിക്കും RSSനും എതിരായിട്ട് ടി.ജി. മോഹൻദാസ് പോലും പറഞ്ഞിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അപ്പൊ ആ നിലപാടിൽ തന്നെ ഒരു ഏറ്റത്താപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, ടി.ജിയുടെ അഭിപ്രായത്തെ ഞാൻ അങ്ങനെ എടുത്താൽ മതി. ഇപ്പോ ഈ അമിത്ഷായുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സമരത്തെ എങ്ങനെ നേരിടുമായിരുന്നു എന്ന് ഭാവനയിൽ കാണാനും അഭിപ്രായം പറയാനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ആ നിലപാട് ശരിയോ തെറ്റോ എന്ന് വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അങ്ങനെ എടുത്താൽ പോരെ, ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് എടുത്താൽ പോരെ. ഇനി ഇതിൽ അത്യന്തം ഹീനമായ ഒരു നിലപാട് ഞാൻ കണ്ടത്. ഞാൻ ആ പത്രികയിലെ പ്രഭാഷണം കേട്ടു. അതിനുശേഷം ഇതില് KK ഷാഹിന എന്ന മാധ്യമ പ്രവർത്തക, അവരുടെ ചരിത്രം കൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ പേര് കേട്ട ഒരു ജിഹാദി മാധ്യമ പ്രവർത്തകയാണ്. അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി ജിഹാദ് നടത്താൻ പോയി ആണ് വിവാദ നായികയാകുന്നത്. ഏഷ്യാനെറ്റിലുള്ള കാലത്തൊന്നും അവരെ അങ്ങനെ ഒരു റോളിലേക്ക് വന്നിട്ടില്ല. വളരെ എക്സ്ട്രീമായ ഒരു തരം ന്യൂനപക്ഷ വർഗീയതയുടെ പക്ഷത്ത് അതിനെ ന്യായീകരിച്ചു കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ നിലപാട് ഇതിനകത്ത് നല്ല സമയത്ത് ടി.ജിയെ ടാർണിഷ് ചെയ്യാൻ, ടി.ജി ആ പ്രസംഗത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത, ഇനി ടി.ജിയെ പോലെ ഒരാളെ അറിയുന്ന ഏതൊരാൾക്കും അദ്ദേഹം അത് പറയുകയില്ല എന്ന് ഉറപ്പുള്ള വളരെ ഭീകരമായൊരു നുണ KK ഷാഹിന
പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് അവരുടെ FB പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ 2 വരിയോളം ഞാൻ വായിക്കാം. വെടിവെച്ച് കൊല്ലണമെന്ന് മാത്രമല്ല, അത് നീ വായിച്ചല്ലോ. ഞാനായിരുന്നെങ്കിൽ ആ സമരക്കാരെ തോക്കുകൊണ്ട് നേരിടുമായിരുന്നു, ജന്തർ മന്ദറിനെ ക്ലീൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. അതിന്റെ കൂടെ ഷാഹിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് വെടിവെച്ചു കൊല്ലണമെന്ന് മാത്രമല്ല അയാൾ പറഞ്ഞത്, സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കുമോ UDF സർക്കാർ? പ്രിയപ്പെട്ടവരെ, ഇവനെതിരെ നടപടിയെടുക്കുന്നത് വരെ ഇതൊരു ക്യാമ്പയിനായി നമ്മളെ ഏറ്റെടുക്കണം എന്ന് രമേശ് ചെന്നിത്തലക്കും VD സതീശനും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. എവിടുന്നാണ് ഷാഹിനാക്ക് ഇത് കിട്ടിയത്? ഇപ്പൊ TG യുടെ സാന്നിധ്യത്തിൽ നമുക്ക് TG യുടെ കൂടി പ്രതികരണം അറിയണം തീർച്ചയായിട്ടും. പക്ഷേ ആരും കേട്ടിട്ടില്ലാത്ത, എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രസ്താവന ഷാഹിനയുടേതായിട്ട് കൂട്ടിച്ചേർക്കുന്നതിന്റെ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ബേസ് എന്താണ്? അതാണല്ലോ. TG സ്വന്തം നിലപാടേ പറഞ്ഞുള്ളൂ. TG ആരുടെയും വക്താവല്ല. അല്ല, ഒരു സീരിയസ് ആയ കാര്യം പറയുന്നതിനിടയ്ക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടാകുക എന്നുള്ളത് തെറ്റാണോ? അതല്ലേ TG എപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും കുറച്ച് തമാശ രൂപേണ ചില കാര്യങ്ങൾ പറയും. അതിനെ ആ രീതിയിൽ കാണാതെ അതിനെ ഒരു വർഗീയ വിഷം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ കുറെ പേർ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നു മാത്രമല്ല, TG ഇത് കൃത്യമായി TG ടാർഗറ്റ് ചെയ്യുന്നു മാത്രമല്ല, TG അപകടപ്പെടുത്തുന്നു, TG അറസ്റ്റ് ചെയ്യിക്കണം, TG-ക്കെതിരായി കേസെടുക്കണം എന്ന് അത് നല്ല സമയം നോക്കി BJP പോലും ചെയ്യാത്ത ഒരു കാര്യം ഡൽഹിയിലെ സമരത്തോട് ചെയ്യണമായിരുന്നു. ആ സമരക്കാരെ വെടിവെച്ചു കൊല്ലണമായിരുന്നു എന്ന് TG പറഞ്ഞു. സമരത്തിന് വന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമായിരുന്നു എന്ന് TG പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റിന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ടാഗ് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി ഷാഹിനാക്ക് ഈ വിവരം എന്ന് നമുക്കറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അത് വെളിപ്പെടുത്തേണ്ടത് TG എന്ത് പറഞ്ഞു എന്ന് TG പറയും. ബാക്കി ഷാഹിന കൂടി വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഈ കേസിൽ ഷാഹിനയെ തീർച്ചയായിട്ടും കേരളം പിന്തുടരേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ സത്യത്തിൽ ഈ മാതിരി നുണപ്രചാരണത്തിന്റെ പേരിൽ വിചാരണ ചെയ്യേണ്ടതുണ്ട്. TG പറയൂ പ്ലീസ്. സാർ, ഞാനേ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോ ആണ്. 31 മിനിറ്റ് ഉണ്ട്. ആ വീഡിയോ ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാൻ എനിക്ക് സാധിക്കില്ല. അത് കേട്ട് നോക്കുക എന്ന് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞതിൽ ക്ഷോഭമുള്ളവരുണ്ടാവാം, സ്വാഭാവികമാണ്. ഈ എതിരഭിപ്രായം, ഇഷ്ടമില്ലാത്ത അഭിപ്രായം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് കൂടുതൽ. അത് മനുഷ്യൻ്റെ ഒരു ബേസിക് ട്രെയ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മളൊക്കെ ചെയ്യുന്ന ആ ദേഷ്യം അങ്ങ് അടക്കുക. കാരണം ചിലതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, പിന്നെ നമ്മൾ വിടും. ബട്ട് ചിലർ അപ്പം തന്നെ, ഈ മലയാളികളുടെ പൊതുവെ അവർക്ക് ഏറ്റവും കയ്യിൽ കിട്ടുന്നത് ഫേസ്ബുക്കാണ്. ഉടനെ അതിലങ്ങോട്ട് തട്ടിവിടും. പിന്നെ അജണ്ടയുള്ളവരുണ്ട്. മീഡിയ വൺ, റിപ്പോർട്ടർ ചാനൽ, ഇവരൊക്കെ കാർഡ് ഇറക്കി. ഒരുപക്ഷെ അവർക്ക് ഞാനൊരു സൈക്കോളജിക്കൽ ട്രബിളായി തീർന്നിട്ടുണ്ട് ഇപ്പോഴല്ല, കുറെ കാലമായിട്ട്. ബിക്കോസ് അവരെയും ഞാൻ ചിലപ്പോൾ ട്രോളറൊക്കെയുണ്ട്, തമാശ മട്ടിലും ചിലപ്പോൾ സീരിയസ് ആയിട്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ സാറ് നോക്ക്, സാബു ജേക്കബ് റിപ്പോർട്ടർ ചാനലിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അവരുടെ ഓണേഴ്സ് അവരല്ല, അതുകൊണ്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേസ്. ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ത്രൂ അവരുടെ വക്കീൽ സത്യവാങ്മൂലം കൊടുത്തു, ഇവരുടെ ഓണർഷിപ്പ് ശരിയല്ല, അതുകൊണ്ട് ഇവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഞങ്ങൾ വിഡ്രോ ചെയ്തു. കോടതി പറഞ്ഞു, സെക്യൂരിറ്റി ക്ലിയറൻസ് വിഡ്രോ ചെയ്തു. ശരി, ഒരു കാര്യം ചെയ്യും, 2 മാസത്തിനുള്ളിൽ ഈ സാബു ജേക്കബ് കേന്ദ്രത്തിനും ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു, അതിലൊരു തീരുമാനം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് തീർപ്പാക്കി എന്നാണ് പത്രത്തിൽ വന്നത്. ഞാൻ കോടതി രേഖകൾ കണ്ടിട്ടില്ല, പത്രത്തിൽ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ ഈ ചാനൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ട് സോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് ഈസ്? കേന്ദ്ര സർക്കാർ കോടതിയിൽ പറയുന്നു ഈ ചാനലിന് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലെങ്കിൽ ആ സെക്കൻഡിൽ ആ ചാനൽ ഓഫ് ചെയ്യണ്ടേ? ഓഫ് ചെയ്തിട്ടുമില്ല, അത് എയറിൽ നിൽക്കുന്നു. ഞാനിതിന് 2 or 3 തവണ എന്തൊരു തമാശ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. വലിയ
ഇരുമ്പാണ് എന്നൊക്കെ പറയുന്ന കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല എന്ന് ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കുന്നു. ചാനൽ ഇതൊന്നും അറിയാത്ത സുഖമായിട്ട് പോകും. സാബു ജേക്കബ് ഇസ് എ വെരി ബിഗ് ഫൈറ്റർ. ഞാനും ഒരു പൊതു താല്പര്യ ഹർജിക്കാരനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഞാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് അവൻ നിർത്തി. എന്നെക്കാളൊക്കെ വലിയ ആളാണ് സാബു ജേക്കബ്. ബട്ട് അദ്ദേഹവും പിന്നീട് പ്രൊസീഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഇതിലൊരു തമാശ സാറിന് കാണാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ ജോക്ക് ഓൺ അസ് ദ പബ്ലിക്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ റിപ്പോർട്ടർ ചാനലിനെ കളിയാക്കാറുണ്ട്, മീഡിയ വണ്ണിനെ കളിയാക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ ഇരട്ടപ്പേര് അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഇട്ട പേരാണ് അടുപ്പ് കൂട്ടി ചർച്ച. ശരിയല്ല, അതൊരുപാട് പേരെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ അത് ചെയ്തില്ല. ബിക്കോസ് എനിക്ക് തോന്നി അതൊരു എനിക്ക് പറ്റിയ ഉപമയല്ല എന്ന് തോന്നി ഞാനത് ചെയ്തു. എന്ന് വെച്ച് ജയശങ്കർ ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്യാതിരിക്കാൻ എനിക്കൊരു ഓരോരുത്തരുടെ ട്രെയിറ്റ് അനുസരിച്ച് ഓരോരുത്തർ വാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായി എന്ന് വരാം, ഒരു തക്കം വാർത്തിരുന്നു എന്ന് വരാം. ഒരു കാര്യം ഈ മൊത്തം സാധനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഈ പറയുന്ന പോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഇവരുടെ ഒരു വലിയ പരാജയമായിപ്പോയി. ഈ പറഞ്ഞ ശക്തികൾക്ക് സമരക്കാരുടെ ഏറ്റവും വലിയ പരാജയമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. നിരാശയിലും വിഷമത്തിലും ഒക്കെ കഴിയുന്നവർക്ക് എൻ്റെ വീഡിയോ അതിൻ്റെ പുറത്ത് അടുത്ത ആണിയായിരുന്നു. ഞാനൊരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ നേർക്ക് ദേ കനോട്ട് ഡു എനിത്തിങ് അഗൻസ്റ്റ് മോദി. മോദിക്ക് അഗൻസ്റ്റ് അവർക്ക് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്തു. ജന്തർ മന്ദർ വരെ പോയി. ആൻഡ് ദറ്റ് ഫെയിൽഡ്. അവർ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചമ്മലായിപ്പോയി. മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരോ, അത് ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, മോശമായി, എന്ത് പരിപാടിയാണ്. ഇതാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ ആദ്യം വന്നത്. വിട്ടുകളഞ്ഞില്ലേ. ഈ വടംവലിയിൽ മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വടം അങ്ങോട്ട് വിട്ടുകൊടുത്താലോ, വിട്ടുകൊടുത്തു. ആ പെനൾട്ടിമേറ്റ് പോയിന്റ് വരെ പിടിച്ചു നിർത്തിയിട്ട് വിട്ടുകൊടുത്തപ്പോൾ അപ്പുറത്തുള്ളവരെല്ലാം മലന്നടിച്ചു വിടും. ആ വീഴ്ചയുടെ ജാള്യം പേറിക്കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഈ കേരളത്തിലെ ജിഹാദികളാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും മതേതരവാദികൾ എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ വീണുപോയല്ലോ ദൈവമേ എന്നുള്ളത്. ഈ പാറ്റകൾക്കൊരു സ്വഭാവമുണ്ട്. പാറ്റ മലന്ന് വീണു, ആറ്റം ബോംബ് വീണാൽ പോലും പാറ്റകൾ അതിജീവിക്കും. പക്ഷെ മലന്ന് വീണാൽ പോക്കാം. ശരി, മലന്ന് വീണ പാറ്റയെ കണ്ടിട്ടില്ലേ? ആരെങ്കിലും തട്ടി കമത്തിയിട്ടാലേ പിന്നെ അതിന് പോകാൻ പറ്റുള്ളൂ. തന്നെത്താനെ കമന്ന് വീഴാൻ പറ്റില്ല. അതിന് ഇങ്ങനെ കിടന്ന് 3-4 ദിവസമൊക്കെ ഇങ്ങനെ കിടന്ന് ചാവില്ലല്ലോ. അവസാനം ആരെങ്കിലും ഒന്നുമില്ലേ കാറ്റെങ്കിലും അടിച്ചിട്ട് ഇത് കമന്ന് വീഴും. ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് ഉറന്ന് കഴിഞ്ഞ് ഓടും. ഈ മലന്ന് വടം വിട്ട് കഴിഞ്ഞപ്പോൾ മലന്ന് വീണു. പിന്നെ പാറ്റയ്ക്കൊന്നും ചെയ്യാൻ നിർത്തി, കൈയും കാലും ഇട്ട് അടിക്കും. ഇതൊക്കെയാണ് പാറ്റകളുടെ അവസ്ഥ. ബട്ട് അതിൽ ഞാൻ പറഞ്ഞു, ആസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ്, ഒരു ഈ ക്രൗഡിനെ, വയലൻറ്റ് ക്രൗഡിനെ ഒരു സർക്കാർ നേരിടുന്നത് എങ്ങനെയാണ്? ആദ്യം ലാത്തി ചാർജ് ചെയ്യുക, ടിയർ ഗ്യാസ് ഉപയോഗിക്കുക, ആകാശത്തേക്ക് വെടിവെക്കുക, മുന്നറിയിപ്പ് അനൗൺസ്മെൻറ്റ് 3-4 തവണ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വെടിവെക്കുക. ദിസ് ഈസ് ഹൗ യു കൺട്രോൾ എ ക്രൗഡ്. നൗ സാറിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. മിനിഞ്ഞാന്ന് പറ്റ്നയിൽ പോലീസ് വെടിവെച്ചു ഇതേ സമരക്കാരുടെ നേർക്ക്. പാറ്റ്നയിൽ ആരും മരിച്ചില്ല. ഒരുപക്ഷെ ആകാശത്തേക്കായിരിക്കാം, നേരെ എന്തുമായിക്കോട്ടെ. പാറ്റ്നയിൽ ഫയറിങ് നടന്നു, നല്ല ബലപ്രയോഗം നടന്നു. യു-പിയിൽ പ്രയാഗ്രാജിലും വേറൊരു സ്ഥലത്തും പ്രകടനം നടന്നു. അപ്പോൾ യോഗി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഇത് തീരുമാനം. നമ്മുടെ ഇവിടുത്തെ ജില്ലാ കളക്ടർ പറഞ്ഞു, എവിടെയാണ് നിങ്ങളുടെ പ്രകടനം? അത് ഇന്ന റോഡിലാണ്. ശരി, ആ റോഡ് ഡബിൾ ലൈനാണ്, 2-4 ലൈനോ മറ്റോ ഉള്ള റോഡ്. പുള്ളി പറഞ്ഞു, ഒരു ലൈൻ ഈ പ്രകടനത്തിന് വിട്ടുകൊടുക്കുക, മറ്റേ ലൈനിൽ
ട്രാഫിക് വാഹനം. പൊക്കോട്ടെ, കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ലേറ്റ് ആവും. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് ആകണ്ട. പ്രകടനത്തിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി അത് ഉണ്ടാവും. ഒരു ലൈൻ വിട്ട് കൊടുത്തു. യാതൊരുവിധ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പാടില്ല. മുദ്രാവാക്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചു. മുദ്രാവാക്യം ഇവരെഴുതി കൊടുത്തു. ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഫൈൻ. പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടി ഗംഭീര പ്രകടനം. ഇതിൽ അലൗ ചെയ്ത മുദ്രാവാക്യം എന്താണെന്നറിയാമോ? മോദി ഫാസിസ്റ്റാണ്, മോദി രാജിവെക്കുക. ഇതൊക്കെ ജില്ലാ കളക്ടർ അനുവദിച്ചു. പക്ഷേ മോദിയുടെ അമ്മയെ ചീത്ത പറയുക, നാട്ടുകാരെ ചീത്ത പറയുക, ലൈംഗികമായ അശ്ലീല ചീത്ത, അത് പാടില്ല. പക്ഷേ ഇവർ കൊടുത്ത ലിസ്റ്റിൽ തന്നെ അതുണ്ടായിരുന്നില്ല. കൊടുത്ത ലിസ്റ്റിൽ എല്ലാ മുദ്രാവാക്യവും സഭ്യമായ, വയലൻ്റാണ്, പക്ഷേ കൾച്ചേർഡാണ്. അപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് പണ്ട് കേരളത്തിലും ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ സമരം ചെയ്യുന്ന കാലത്ത് പോലീസുകാർ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരോട് മുദ്രാവാക്യം വാങ്ങും, എഴുതി വാങ്ങും അല്ലേ? എഴുതി വാങ്ങി നിങ്ങൾ വിളിക്കും. മിക്കവാറും മുദ്രാവാക്യം എഴുതിയാണല്ലോ ഒരാൾ. ബാക്കിയുള്ളവർ ആ പഴയ കാലത്ത് വലിയ അക്ഷരശുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അങ്ങനെ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട്, കാരണം വേറെ എന്തോ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്, അത് ഇവർക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ തന്നെ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ദിസ് ഈസ് ഹൗ എ സിവിലൈസ്ഡ് സൊസൈറ്റി അവരുടെ പ്രതിഷേധം സംഗതി എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത്. കാരണം പ്രതിഷേധക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഗവൺമെൻറ്റിന് ഒരുപാട് പരിമിതികളുമുണ്ട്. ഈ ആവശ്യങ്ങളും പരിമിതികളും തമ്മിലുള്ള കോംപ്രമൈസാണ് എല്ലാ സമരത്തിൻ്റെയും ഔട്ട്കം. ഇപ്പോൾ ആശാ വർക്കർ സമരം നടന്നു. പിണറായി വിജയൻ ആശാവർക്കും പൈസ കൂട്ടി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. അതിൽ ആ 10 പൈസ കൊടുക്കാൻ പറ്റില്ല. VD സതീശൻ വന്നപ്പോഴോ ഹി വാസ് മോർ ഇൻക്ലൈൻ ടു ദിസ് സൈഡ്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, ഇടോ കൊടുക്കാൻ ആലോചിക്കുക. കൊടുക്കില്ല എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഒരു 3000 രൂപ കൊടുക്കാൻ സാറേ. ശരി, അത് കൊടുക്കുക. ദിസ് ഈസ് അനദർ സൊല്യൂഷൻ. ഇതുപോലെ ഒരു പ്രശ്നത്തിന് പലവിധ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് സമരക്കാർ മനസ്സിലാക്കുന്നില്ല. അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തോൽവി ജയം ഇങ്ങനെ കാണുന്നു. മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരും തോൽവി ജയം എന്ന് കാണുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ 2 കൂട്ടരെയും മുന്നിൽ കണ്ടിട്ടാണ് ബേസിക്കലി മറ്റവരെ ഞാൻ അവഗണിച്ചു. ഏത് സമരവും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നവർ. എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എപ്പോഴും പ്രോ മോദി, പ്രോ സംഘപരിവാർ ഇങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ പലപ്പോഴും അവർക്കെതിരായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും അവരങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഞാൻ അവരുടെ വെൽവിഷറാണെന്ന് അവർക്കറിയാം. ഐ ആം വെരി ക്ലോസ് ടു ദെയർ ഐഡിയോളജി, ഐ സപ്പോർട്ട് ദം. ബട്ട് ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് പിടിക്കുന്നില്ല, അത് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവരും വിചാരിക്കുന്നു കാർന്നവർ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പൊറുക്കും. വെച്ചാൽ ലൂസ്ലി ഒരു കാറ്റഗറിയാണ് ഈ റൈറ്റ് വിങ് എന്ന് പറയുന്നത്. ഒരു ബ്രദർഹുഡാണ്. അതിനകത്ത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇത് അങ്ങോട്ടൊക്കെ ഉണ്ടാവാം. ബട്ട് ലാർജ്ലി അതൊരു ബ്രദർഹുഡാണ്. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. സോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ബ്രദർഹുഡുമായിട്ടാണ്. ഓഫ് കോഴ്സ് ബാക്കിയുള്ളവരത് കാണും, അവർക്കത് ഇഷ്ടപ്പെടുകയില്ല, അവർ ബഹളം വയ്ക്കും. അവരുടെ ബഹളത്തെ ഞാൻ മാനിക്കുന്നു. പിന്നെ ഈ തെറി ചീത്ത ഇല്ലാത്തതൊക്കെ പറയുക. സാറിന് അറിയാം, കുറച്ചു കാലം മുമ്പ് പിണറായി വിജയൻ്റെ കാലത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ പിണറായി വിജയൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു, കേരള പോലീസ് ആക്ട്. അതിൽ ഭേദഗതി വരുത്തി 118A എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ്. ആ വകുപ്പനുസരിച്ച് ഈ പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയോ ഫേസ്ബുക്ക് പോസ്റ്റോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിന് സ്വമേധയാ കേസെടുക്കാം. സോഷ്യൽ മീഡിയയിൽ തെറി പറഞ്ഞുകൂടാ. അത് ഇതൊക്കെയാണ്. നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത് കുറ്റം, അത് പ്രചരിപ്പിക്കുന്നത് കുറ്റം. ഈ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് നമ്മളാണോ യൂട്യൂബാണോ? ഉണ്ടാക്കുന്നത് നമ്മൾ, പ്രചരിപ്പിക്കുന്നത് യൂട്യൂബാണ്. ഇല്ലേ? യൂട്യൂബാണ് ഇത് ഷെയർ ചെയ്ത് മാത്രമല്ല ഇത് കാണുന്നവർ അവരറിയാതെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ സ്വാധീനിക്കുകയും കൂടുതൽ പേരിൽ ഇത് എത്തിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് അപ്പം ഇതിൻ്റെയും കുറ്റം നമ്മുടെയാണ് എന്നാണ് ആക്റ്റിൽ പറയുന്നത്.
ഞാനിത് പാടില്ല, ഓർഡിനൻസ് ആക്കി ഇറക്കാൻ പോവാണ്. ഞാൻ ഗവർണറെ ചെന്ന് കണ്ടു, ആരിഫ് മുഹമ്മദ് ഖാൻ. ഞാൻ പറഞ്ഞു സാർ ഇത് ഒപ്പിടരുത്. പുള്ളി എന്നോട് തർക്കം പറഞ്ഞു. ഞാൻ കംപ്ലീറ്റ് പഴയ സുപ്രീം കോടതി വിധിയൊക്കെ ആയിട്ടാണ് 45 minutes ഐ ആർഗ്യൂ വിത്ത്. എന്നോട് പറഞ്ഞു യു ആർഗ്യൂ വിത്ത് മീ എന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ 45 മിനിറ്റ് എനിക്ക് തന്നു. ശാന്തമായിട്ടിരുന്നു ആ മനുഷ്യൻ, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ. ഞാനിത് പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോയും ഒക്കെ എടുത്ത് അത് ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ഞാൻ പിരിഞ്ഞു. പുള്ളി അത് ഒപ്പിട്ടു. ഞാൻ ശരി, നമ്മൾ പറഞ്ഞാൽ ഗവർണർ കേൾക്കണമെന്നൊന്നുമില്ല. കേട്ടത് തന്നെ വലിയ ഭാഗ്യം. ഗിവിങ് ആൻ ഓഡിയൻസ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗ്രേസ് ആണ്. അതിൽ കൂടെ ഒരു ഗവർണർ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. ശരിയാ, അത് വലിയ കോലാഹലമായി. ഇതിൻ്റെ ഡേഞ്ചർ കേരളത്തിലെ ഇടതുപക്ഷങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം പിണറായി വിജയൻ ആയതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. മാധ്യമങ്ങളും വിചാരിച്ചു ഇത് സോഷ്യൽ മീഡിയയ്ക്കുള്ളതാണ്, മെയിൻ സ്ട്രീം മീഡിയ അഫക്റ്റ് ചെയ്യില്ല. മാധ്യമങ്ങളെല്ലാം സ്വാഗതം ചെയ്തു ഈ സാധനത്തെ. ബട്ട് അവിടെ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ, വടക്കോട്ട് വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശാന്ത് ഭൂഷണാണ് ആദ്യം കയറി ഉടക്കിയത്. പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ലംഘനമാണ്, വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അങ്ങേര് ട്വീറ്റ് ചെയ്തു. അങ്ങേര് ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ എക്കോസിസ്റ്റം മുഴുവൻ ഈ പ്രശാന്ത് ഭൂഷൺ, കപിൽ സിബൽ, വൃന്ദ ഗ്രോവർ, വൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, ഇതൊക്കെ ഒരു ഐഡിയോളജിക്കലി ഒരു ഗാങ് ആണ്. പല പാർട്ടിയിലൊക്കെയാണ്, പക്ഷേ ഐഡിയോളജിക്കലി എല്ലാവരും ചൂടായി. യെച്ചൂരി ചൂടായി. യെച്ചൂരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ യെച്ചൂരിക്ക് ബട്ട് ഈ പ്രശ്നം വലിയ ക്യാമ്പയിനായി കഴിഞ്ഞപ്പോൾ ഫൈനലി പാർട്ടി തീരുമാനിച്ചു അത് പിൻവലിക്കാം. ഓർഡിനൻസ് പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് ഇറങ്ങി. അതും ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. സോ ഞാൻ ബേസിക്കലി അന്ന് എന്നെ ചർച്ചയ്ക്ക് ദയവായി വിളിക്കുന്ന കാലമാണ്. അന്ന് ഈ മീഡിയ വണ്ണിൽ തന്നെ, അന്ന് മീഡിയ വണ്ണിൽ അഭിലാഷ് മോഹനുണ്ട്. അഭിലാഷ് മോഹൻ എന്നെ വിളിച്ച് ആ ചർച്ചയിൽ ചോദിച്ചു ഇതെന്താണ് സംഭവം. ഞാൻ പറഞ്ഞു അഭിലാഷ്, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റോ യൂട്യൂബ് വീഡിയോയോ ചെയ്യുന്നു, അതിന് തൊട്ട് താഴെ താൻ ചത്തില്ലേടോ കിളവ എന്ന് ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇന്ന് കഞ്ചാവ് കൂട്ടിയിട്ടാണോ കത്തിച്ചത് എന്ന് ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം അവരെടുത്ത് കളഞ്ഞില്ലെങ്കിൽ എന്ത് അശ്ലീലമോ തെറ്റോ തെറിയോ എൻ്റെ വീഡിയോയുടെയോ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയോ കീഴിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് അവകാശമുണ്ട്. അവരെടുത്ത് കളഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനായിട്ടെടുത്ത് കളയില്ല. കാരണം നിങ്ങൾ ഈ ചീത്ത എന്നെ വിളിക്കുന്നതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. പക്ഷേ നിങ്ങളെപ്പറ്റി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സ്പോസ്ഡായി. യു ആർ നോട്ട് ഇൻഫോമിങ് എനിത്തിങ് അബൌട്ട് മീ, ബട്ട് യു ആർ ഇൻഫോമിങ് എവറിതിങ് അബൌട്ട് യു. അതാണ് ചീത്തവിളിയുടെ. സോ ഞാൻ പറഞ്ഞു ഈ ടി വി ചർച്ചയിലൊക്കെയുള്ള ചതുരവടിവിലുള്ള അച്ചടി ഭാഷയിലുള്ള സംസാരമല്ല പൊതുസമൂഹത്തിലുള്ളത്. ഇനി അഥവാ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം. കേരളീയ പൊതുസമൂഹം നാക്കെടുത്താൽ തെറി പറയുന്നവരാണ്. ലെറ്റ് us accept that. നമ്മൾ അത്ര വലിയ കൾച്ചറുടെ ആൾക്കാരൊന്നും അല്ല. തെറി പറയുന്നു, പറയാത്തവർ പറയുന്നില്ലെന്നേ ഉള്ളൂ, പറയുന്നവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. അതിൽ സ്റ്റേറ്റ് കയറി ഇടപെടും. ഈ അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുന്ന വാക്കിനെ ചൊല്ലിയൊന്നും ഞാനത് മൈൻഡ് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് ദെയർ ഫ്രീഡം. ഇയാളെ കൊല്ലണം. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഈ വീഡിയോയുടെ കാര്യത്തിലല്ല, ജനറലി ഞാൻ കണ്ടിട്ടുള്ളത് ഈ വയസ്സായി ഇയാൾ ചത്തില്ല എന്നൊരു പരാതി. വലിയ തെറിയത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇപ്പോൾ ചാവാത്ത ആളിനെ എന്താ ചെയ്യുക? ഒന്ന് നിങ്ങൾക്ക് കൊല്ലാം, അത് പിന്നെ ക്രിമിനൽ കേസും കൊണ്ടൊക്കെയാവും. പിന്നെ ചെയ്യാവുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇയാളെ വേഗം മേലോട്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആളുകൾ പലവിധമാണ്. ഈ അങ്ങനെ എഴുതുന്നവരിൽ പലരും ഉണ്ടല്ലോ, ദേ ഡോണ്ട് മീൻ ദാറ്റ്. മനസ്സിലായി? അത് നമ്മുടെ പാരമ്പര്യത്തിലുണ്ടല്ലോ, അല്ലേ? കാലൻ വന്ന് വിളിച്ചിട്ടും പോവാത്തെന്താ കോവാല AKG കുറിച്ചാ.
അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് സാരമില്ല, അതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം. പക്ഷേ ഉള്ളി തിങ് ഈ 30-31 മിനിറ്റുള്ള വീഡിയോ ഇപ്പോൾ സാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ട് ഒരഭിപ്രായം ആരും എഴുതില്ല. ഇല്ല, പറയുന്ന ശീലവുമില്ല, സ്വഭാവമില്ല. ആകെ ചെയ്യുന്നത് സിനിജി പറഞ്ഞത് വെച്ചിട്ട്, സിനിജി എന്താ ചെയ്യുന്നത്, സിനിജി എൻ്റെ വീഡിയോ ആദ്യത്തെ ഒരു 2.5 മിനിറ്റ് കണ്ടിട്ടുണ്ട്, പിന്നെ കുറേ ഓടിച്ചു, വെടിവെക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ കിട്ടി. അത്രയും നോക്കിയിട്ട് സിനിജി ഒരു കാർഡ് ഉണ്ടാക്കി. സാറത് കാർഡ് വായിച്ച് ഞാൻ ഷെയർ ചെയ്യും. അത് കഴിഞ്ഞ് സാറിനോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ സാറ് പറയും എനിക്കറിയില്ല, സിനിജി ഇട്ട് ഞാനത് അതിൽ കമൻറ്റ് ചെയ്തേ ഉള്ളൂ, ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ TGക്കെതിരായിട്ട് മീഡിയ വണ്ണിനെ പോലെയുള്ള ഒരു ചാനൽ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, നോർമൽ. പക്ഷെ ഷാഹിനായി ചേർത്തത് എവിടുന്ന, എന്താ അതിന്റെ ന്യായം? അല്ല, ഷാഹിനയോട് ആരെങ്കിലും പറഞ്ഞു കാണും, അതിനോ ഷാഹിന അവരങ്ങനെ ഒരു ഇതിൽ പലരെയും എനിക്കറിയാം. ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ഈ സോക്കോൾഡ് പേര് കേട്ട മാധ്യമ പ്രവർത്തകയാണല്ലോ, ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ഇപ്പോൾ നേരിട്ട് TGയുടെ ഒരേ കാലത്ത് നേരിട്ട് വളരെ അടുത്തറിയാവുന്ന ഒരേ നഗരത്തിൽ താമസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ബേസ്ലെസ് ആയ ഒരു പച്ചക്കള്ളം TGയുടെ പേരിൽ എഴുതി ചേർത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ, എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകയുടെ വിശ്വാസ്യതയുടെ ഒരു സ്ഥിതി എന്താ? സത്യത്തിൽ TG എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അപേക്ഷ, എൻ്റെ ഒരു നിർദ്ദേശം, മറ്റാരെയും വെറുതെ വിട്ടാലും KK ഷാഹിനയുടെ നുണക്കെതിരായി നടപടി എടുക്കണ്ടേ TG പറയുന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ കൂടെ ഒരു കുറച്ച് പൊടിപ്പും തൊങ്ങലൂടെ കേട്ടാൽ അല്ലെങ്കിൽ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള വ്യൂവേഴ്സ് കൂടുതലുള്ളൂ, അല്ലെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും, അങ്ങനെയാണോ? ഇത് പൊടിപ്പും തൊങ്ങലും അല്ലല്ലോ. അല്ല, അതായത് അതിന്റെ ഒരു TGയുടെ മനുഷ്യപ്പറ്റ്, TGയുടെ മനുഷ്യത്വം, ഹ്യൂമർ സെൻസ് നമ്മൾ നന്നായി ആസ്വദിക്കുന്ന TG, അത് നമുക്കൊരു അലങ്കാര. അതെ, അപ്പോ ഒരു കാരണവശാലും TG മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം ഈ വിഷയ സംബന്ധിയായിട്ട് എന്നല്ല, ഒരു വിഷയത്തെക്കുറിച്ചും പറയുമ്പോഴും ഇനി സമരത്തിന് ആർക്കെതിരെയുള്ള സമരത്തിന് പോയാലും പോയില്ലെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ എന്ത് കോസിന്റെ പേരിലായാലും ബലാത്സംഗം ചെയ്യുന്നതിനെ ന്യായീകരിക്കാത്ത ഒരു TGയെ പോലെ ഒരാള് ഈ പ്രസംഗത്തിൽ ഒരിക്കലും പരാമർശിച്ചിട്ടില്ലാത്തൊരു കാര്യം, ഷാഹിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകർ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങനെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കേസായിട്ടോ അല്ലെങ്കിൽ യാദൃച്ഛികമായി സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ TGക്കെതിരായി വന്ന രോഷത്തിൽ അവർ കൂട്ടിച്ചേർത്തതൊന്നും ആവാൻ വഴിയില്ലല്ലോ. സാറേ, ഇത് അങ്ങനെയല്ല. ഈ ഡൽഹി സമരത്തിൽ സംഭവിച്ചതുപോലെ അത് തന്നെയാണ് ഏകദേശം ഈ ഫേസ്ബുക്കിലും സംഭവിക്കുന്നത്. ആളുകൾക്ക് പലവിധ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് ഒത്ത രീതിയിൽ ഉള്ള സെൻറ്റൻസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരല്പം മസാല അതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ട് എന്നിട്ട് എന്നെ ആക്രമിക്കും. വാസ്തവത്തിൽ അവരെ ആക്രമിക്കുന്നത് ആ ഒരു ലൈനിൻ്റെ പേരിലല്ല, അവരുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ദേഷ്യം ഉണ്ടാകും, ഈ അവസരം ഉപയോഗിക്കും. അപ്പോൾ അതുപോലെ രണ്ട് പക്ഷത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാരിലും അന്യഥ എന്നോട് എന്തെങ്കിലും ദേഷ്യമുള്ളവരുണ്ടെന്ന് വയ്ക്കുക. അയാൾ ഒരിക്കലും ഫോൺ വിളിച്ചു, ഞാൻ എടുത്തില്ല, അല്ലെങ്കിൽ സംസാരം അത്ര എൻകറേജിങ് ആയിരുന്നു, അയാൾക്ക് അങ്ങനെ ഒരു ദേഷ്യം മനസ്സിൽ കിടക്കും. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കക്ഷിയെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ ഈ പ്യുവർലി സാറ് ധരിക്കുന്ന പോലെ ഇതെടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് സത്യസന്ധമായിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അതുപോലെ കോടതിയിലോ എല്ലാം നടക്കും എന്നുള്ളതല്ലാതെ സാമാന്യ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായം രൂപപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അല്ല, TGയുടെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനെ കുറച്ചുകൂടി എൻ്റെ പോസ്റ്റിന് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ, കൂടുതൽ ഇത് കിട്ടണമെങ്കിൽ വിഷലിപ്തമായ കുറച്ച് ഡെപ്ത് ഉള്ള സാധനങ്ങളോട് ആഡ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ടല്ലേ ഷാഹിന അങ്ങനെ ചെയ്തത്? ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ കേട്ടെഴുതിയതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, 31 മിനിറ്റുള്ള വീഡിയോ സാധാരണഗതിയിൽ മുഴുവനിരുന്ന് ആരും കേൾക്കാറില്ല. ഇപ്പം എനിക്ക് ഒരു രാഘവനോട് ദേഷ്യമുണ്ട്. സാറ് രാഘവനെ പറ്റി അവൻ മഹാ തല്ലിപ്പൊളിയാണ്, അവനല്ലേ, അവനത് ഉടനെ രാഘവൻ അതും ചെയ്യും, അപ്പുറവും ചെയ്യും. പണ്ട് കാലത്താണെങ്കിൽ രാഘവനെ ചെന്ന് കാണുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യാം. ഇപ്പം അതല്ല, ഉടനെ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ട് രാഘവനെ ഒരു 4 ചീത്തയും വിളിക്കുകയാണ്. സാറ് പറഞ്ഞതും പറയാത്തതും ഒക്കെ ചേർത്തിട്ട് രാഘവന് 4 ചീത്ത പറയും. വാസ്തവത്തിൽ
രാഘവൻ ഇപ്പം പറഞ്ഞതിലല്ല എനിക്ക് ദേഷ്യം, എൻ്റെ ദേഷ്യം പഴയ ദേഷ്യം, അതിപ്പോൾ തീർക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഇതിൽ തെറ്റില്ലല്ലോ. മനുഷ്യരെല്ലാവരും അങ്ങനെ, സമൂഹം അങ്ങനെയാണ്, പല രീതിയിലുള്ള മനസ്സാണ് ആളുകൾക്ക്. അത് വളരെ കോംപ്ലക്സ് ആണ്. അതിൽ പ്രതികാരം, ദയ, അത് ഇത് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഇന്ന് എങ്ങും തൊടാതെയുള്ള പോസ്റ്റാണ്, പക്ഷെ എനിക്ക് അനുകൂലമാണത്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാമേന്ദ്രൻ സാറാണ്. സാർ എൻ്റെ പേരൊന്നും പരാമർശിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ പോസ്റ്റ് വായിച്ച ആദ്യത്തെ ആളിന് തന്നെ മനസ്സിലായി മോഹൻദാസിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത കളവൻ. അതാണ് കമന്റ് അല്ലേ. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം രാമേന്ദ്രൻ സാർ പറഞ്ഞത് സമരക്കാരുടെ നേരെ വെടിവെക്കുന്നത് ആദ്യത്തെ കാര്യമൊന്നും അല്ല. EMS സർക്കാർ ചന്ദനത്തോപ്പിൽ വെടിവെച്ചല്ലോ, മൂന്നാറിൽ വെടിവെച്ചതാണ്. ഇതൊക്കെ ഈ ബഹളം വയ്ക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ സാർ പറയുന്നുള്ളൂ. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. തൊഴിലാളി വർഗ സർവാധിപത്യക്കാരനായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് തൊഴിലാളികളെ വെടിവെക്കുന്നത് ചന്ദനത്തോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ഐറണി അന്ന് മുതൽ ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിഞ്ഞുകൂടാ. ഇവരുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും കാലത്ത് ജനിച്ചവരും ജീവിച്ചവരുമാണ്. അതിന് തൊട്ട് മുമ്പ് ജനിച്ചു കാണും. ബട്ട് തിരിച്ചറിവ് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പിണറായി വിജയനെ നിരന്തരം ചീത്ത പറയും, വേറൊരു സെറ്റ് നരേന്ദ്രമോദിയെ നിരന്തരം ചീത്ത പറയും. ദേ ഹാവ് ഓൺലി സീൻ ദീസ് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിനു മുമ്പ് കേരളവും ഇല്ല, ഭാരതവും ഇല്ല. ഇപ്പൊ ഇവർ ഈ പറയുന്ന ന്യൂനപക്ഷം ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ രക്ഷ ന്യൂനപക്ഷമാണെന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ മലപ്പുറത്തെ കളക്ടറേറ്റിന്റെ മുമ്പിൽ നായനാർ ഗവൺമെന്റിലെ വെടിവെച്ചത്. 3-4 അറബി അധ്യാപകർ, യൂത്ത് ലീഗുകാർ മരണപ്പെട്ടത്. സമരത്തിൽ വെടിവെപ്പില്ലാത്ത ചരിത്രമുണ്ടോ? അല്ല, ഈ മോദിയെ മോശം കമന്റ് പറഞ്ഞ 2 പെൺ സ്ത്രീകൾ അവർ പിന്നീട് അയ്യോ അത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ TGക്ക് ഇപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു, അത്ര ഒരു പരാമർശം വേണ്ടായിരുന്നു, അങ്ങനെ തോന്നുന്നു? വേണ്ടായിരുന്നു തോന്നുന്ന ഒരു പരാമർശവും ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വല്ലപ്പോഴും ഒക്കെ ഇവിടെയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ചില ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ട് ആഫ്റ്റർ തോട്ട് ഞാൻ ആ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എനിക്ക് തിരുത്തൊന്നും വരേണ്ടി വന്നിട്ട്, തിരുത്തണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, അത് പറയേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. എനിക്കങ്ങനെ മോദിയുടെ എന്താ മോദി ഇപ്പൊ മോദി വെടിവെച്ചു ഒരാൾ പറഞ്ഞു മോദിയുടെ അമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പിന്നീട് വന്ന് മാപ്പ് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ TG ഇത്തരം കാര്യങ്ങൾ പറയുന്നു, RSS നടപടി എടുക്കണം. അപ്പോൾ RSSന് എന്ത് ചുമതലയുള്ള ആളിനെയാണ് ഈ നടപടി എടുക്കേണ്ടത്? അതുകൂടെ പ്രേക്ഷകരോടൊന്ന് പറയട്ടെ. അല്ലാതെ ഈ മോദിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് മോദിയെ ആൾക്കാർക്ക് പേടിയുണ്ട്. എന്നെ എന്തിനാ പേടിക്കുന്നത്? എന്നെ എന്ത് ചീത്തയും പറയാം. മോദിയെ പറഞ്ഞവർക്ക് 5-6 മണിക്കൂർ കഴിയുമ്പോൾ തോന്നി ഇനി പോലീസോ പട്ടാളോ എന്തെങ്കിലും പുറകിൽ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മാപ്പ് പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിക്കും. ഈ TG മോഹൻദാസിനെ പേടിക്കേണ്ട കാര്യമില്ല അല്പപ്രാണിയെ. അപ്പോൾ അതുകൊണ്ട് യു ആർ ഫ്രീ. അതെ, ഞാനിതിനൊരു അക്കാഡമിക് ടോപ്പിക്കായിട്ട് എടുക്കുന്നുള്ളൂ. ഒരു സമരത്തെ നേരിടാവുന്ന രീതികൾ, അത് ഞാനായിരുന്നെങ്കിൽ അത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല സാർ. ഇതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എനിക്കറിയാം. ഇവർ ഈ ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോൾ പോലീസ് മിക്കവാറും ഒരു FIR ഇടും. അതാണല്ലോ പണ്ട് പിണറായി വിജയൻ്റെ വകുപ്പ് 153A ആയിരുന്നു. ഇപ്പോൾ BNSൻ്റെ ഇപ്പോൾ ഈ പുതിയ നമ്പറിൻ്റെ മനസ്സിൽ നിൽക്കാറായിട്ടില്ല. BNS വന്നിട്ട് അധികകാലമായിരുന്നു. അപ്പോൾ 153A 2 വിഭാഗങ്ങളും, അല്ലെങ്കിൽ കലാപാഹ്വാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു FIR ഇടാം. പോലീസിൻ്റെ കയ്യിൽ FIRൻ്റെ ബുക്കുണ്ട്, അതിന് കാർബൺ വെച്ചിട്ട് എഴുതുക. ഒരു കോപ്പി സ്റ്റേഷനിൽ വയ്ക്കും, ഒരു കോപ്പി മജിസ്ട്രേറ്റിന് കൊടുത്തയക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ. കേരളത്തിൽ പൊതുവെ കണ്ടുവന്ന ചടങ്ങ് ഇങ്ങനെയാണ്. കൂടി വന്നാൽ വരാൻ പോകുന്ന ആ ഒരു മാമൂലാണ്. അല്ല, അത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞു. ഇവിടെ മറ്റു ഉദ്ദേശത്തോടു കൂടിയില്ല. അപ്പോൾ ഒരാൾ ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള അസഹിഷ്ണുതയാണ് പ്രധാന പ്രശ്നം എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ടോ എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർക്ക് ആണല്ലോ ഇപ്പോൾ ഈ അറിയിപ്പുകളൊക്കെ പോയിട്ടുള്ളത്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെയാണ്.
അദ്ദേഹം പറയാത്ത വല്ലതും അവരുടേതായ ഇവരുടെ മനസ്സിലെ വിഷം കൂടി അതിനകത്ത് ചേർത്തുകൊണ്ടാണ് ടി ജിക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതുകൂടി ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കട്ടെ.